കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഒരു 3 BHK 1700 സ്ക്വയർ ഫീറ്റിന്റെ സൈസിൽ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് വീഡിയോ വിച്ച് യു ഓൾ ഷുഡ് ഫോളോ. ഇവിടെ ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പം ഞാനും ഈ പ്രോജക്റ്റിൽ, ഇത് ആക്ച്വലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്തത്. ആൻഡ് ഇൻ ഡീറ്റെയിൽ ഈ പ്രോജക്റ്റ്, ഞാൻ പ്രോജക്റ്റ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നമ്മൾ അവിടെ ഇതിനു മുമ്പ് ചില ആൾക്കാരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഇൻ ഡീറ്റെയിൽ ഞാൻ ഈ പ്രോജക്റ്റ് കാണുന്നത് ഇവിടുത്തെ ഒരു റക്കി പോലെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവിടുത്തെ ആംബിയൻസാണ്. ഇത് ക്ലോസ് ടു 5.5 ഏക്കർ ഏരിയയിൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ്. നമുക്കൊരു കയറുമ്പോൾ തന്നെ ഫുള്ളി അപ്പാർട്ട്മെന്റ് വെച്ച് ക്ലട്ടേർഡ് അല്ല, നമുക്ക് അപ്പാർട്ട്മെന്റ് ആൻഡ് പ്രീമിയം വില്ലയുടെ കോമ്പിനേഷനിലാണ് ഇത് കംപ്ലീറ്റ് ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ ഉള്ളൊരു പ്രോജക്റ്റ് ആണ്. ഐ തിങ്ക് ഫേസ് 1 ഫേസ് 2 എന്നുള്ള രീതിയിലായിരുന്നു ഇവർ ഡെലിവറി ചെയ്തിരുന്നത്. ഫേസ് 2ന്റെ ഹാൻഡ് ഓവർ ഇവന്റ് റീസെൻ്റ്ലി ആണ് നടന്നത്. ആൻഡ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്. കാരണം അതിന് നടുക്ക് അവരൊരു വലിയൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് പോലെ, ലേക്കല്ല, ഒരു വാട്ടർ ബോഡി അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്ടർ ബോഡിയിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളിലുള്ള വാട്ടർ ബോഡി കൂടുതലും റെയിനി സീസണിലാണ് നമുക്ക് കിട്ടുക. അപ്പം ആ വാട്ടർ തന്നെ ഇവർ റീയൂസ് ചെയ്യുന്നുണ്ട്, ബിൽഡിംഗ് യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നല്ല രസമുണ്ട് അത് കാണാൻ. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു നടുക്ക് തന്നെ ഒരു വലിയൊരു വാട്ടർ ബോഡി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിഡ്സ് ഏരിയ വരുന്നുണ്ട്. പൊതുവേ ഞാൻ ഈ വിസിബിളി നമ്മൾ കാണുന്ന ഈ 2 ഫാക്ടർ മാത്രമേ ഞാനവിടെ കണ്ടിട്ടുള്ളൂ. ഞാൻ അവിടെ ചെന്ന ടൈമിൽ എനിക്ക് പാർക്കിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. EV കണക്ഷൻ പോയിന്റ് ഉള്ള പാർക്കിങ്സ്, ഒത്തിരി ഓപ്പൺ സ്പേസ് ആയിട്ടുണ്ട്. ഓരോ വിങ്ങിലേക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല. നമുക്ക് നേരെ ABCD കംപ്ലീറ്റ്ലി ഓരോ ഡിഫറെൻറ്റ് പേരാണ് അവിടെ. ഓരോ പേരിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എസ്തറ്റിക് ഫോളോ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അതിനപ്പുറം കുറേ അമ്യൂണിറ്റീസ് ഉണ്ട്. അമ്യൂണിറ്റീസ് ആസ് ഇൻ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എനിക്ക് ഫീൽ ചെയ്തത് അവരൊരു ആർട്ടിഫിഷ്യൽ ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ. നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പം ഈവനിങ് ടൈമിൽ ഒന്ന് നടക്കാൻ വേണ്ടി പോകുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്, ബാംബു ഫോറസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിലൊരു ട്രക്കിംഗ് ട്രാക്ക് എല്ലാം വെച്ച് നമുക്ക് വൈകിട്ട് പോയിരിക്കാവുന്ന രീതിയിൽ ഈ പ്രോജക്റ്റിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഈവൻ പുറത്തുള്ള ടൗൺഷിപ്പിലും ഗ്രീൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ട്രെയിൽ ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കൊച്ചിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ക്ലബ് ഹൗസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെൽ ലോഡഡ്. അവിടെ കാണുന്ന ജിം എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രോപ്പർ ഒരു പ്രീമിയം ജിമ്മിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ജിംസ്. അവിടെ വരുന്ന സ്നൂക്കറിൻ്റെ ആയാലും കിഡ്സ് ഏരിയ ഉണ്ട്, ടോഡ്ലേഴ്സ് റൂമുണ്ട്, നമുക്ക് കുട്ടികളെ അവിടെ ഇരുത്താനുള്ള സ്പേസ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, നമുക്ക് അവിടെ ഗ്രോസറി സ്റ്റോർ ഉണ്ട് ഉള്ളിൽ തന്നെ. കാരണം ഇത്രയും ടൗൺഷിപ്പ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് അവിടെ ഗ്രോസറി സ്റ്റോർ ഉണ്ട്. ആൻഡ് ഓൾസോ അവിടെ ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ബേക്കറി. സോ ദേ ഹാവ് ഓൾ ദ പ്രൊവിഷൻസ് ദെയർ. നല്ലൊരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി, സ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു ആർ കമ്മിങ് വിത്ത് എ തോട്ട് ഓഫ് ടൗൺഷിപ്പ്. ഒരു ടൗൺഷിപ്പിൽ ഒരു കമ്മ്യൂണിറ്റി, സ്പെഷ്യലി പുറത്തൊക്കെ താമസിച്ചിട്ടുള്ള IT-യിലൊക്കെ ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ബെറ്റാണ് ശരിക്കും. കാരണം ഇത്രയും സ്കെയിലിൽ വേറെ പ്രോജക്ട്സ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. ആധികാരികമായി പറയുന്നില്ല, പക്ഷെ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇത് വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഫ്രഷ് ഫീൽ ഉണ്ട്. നമ്മൾ ഇൻവെൻട്രിയുടെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 BHK ആണ് അവൈലബിൾ ഉള്ളത്. 3 BHK എന്ന് പറയുമ്പോൾ ഏകദേശം 1700 സ്ക്വയർ ഫീറ്റിൻ്റെ യൂണിറ്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. ഫേർണിഷ്ഡും അൺഫേർണിഷ്ഡും ഉണ്ട്. അൺഫേർണിഷ്ഡും എടുക്കുമ്പോൾ നമുക്ക് പറയാം ഡെഫിനറ്റ് ആയിട്ട് ഒരു 1 crore പ്ലസ്സിലാണ് ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 1 crore പ്ലസ്സിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോഴത്തെ പോലെ 1400-1500 സ്ക്വയർ ഫീറ്റ് അല്ല, 1800 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള 3 BHK ഇവിടെ ഉണ്ട്. 1600ൻ്റെയും വേരിയൻസ് ഉണ്ട്, ഫേർണിഷ്ഡ് ആയിട്ടുള്ളതായിട്ടുണ്ട്. സോ ഐ തിങ്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റാണത്. 100% റെക്കമെൻഡ് ചെയ്യുന്നു. അസോസിയേഷൻ വൈസ് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അവരത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അസോസിയേഷൻ ആയിട്ട് അവിടെ അവരൊരു ഫുട്ബോൾ ടർഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അസോസിയേഷൻ ഇസ് ടേക്കിംഗ് കെയർ ഓഫ് ദി നീഡ്സ് ക്ലിയർലി. ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവല്ല, അവർ നീഡിനനുസരിച്ചൊരു ഫുട്ബോൾ ടർഫ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂള്
എല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഈവൻ ലക്ഷറി 10 സെന്റിലുള്ള വില്ലകളും അവൈലബിൾ ആണ്. അവിടെ 10 സെന്റിൽ വില്ലയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. സോ കാക്കനാട് ഏരിയയിൽ ഇൻഫോ പാർക്കിനടുത്ത് ഇത്രയും പ്രീമിയം ആയിട്ടൊരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റിയലി വൗച്ച് ദിസ് ഇസ് ദ ബെസ്റ്റ് ഓഫർ വാട്ട് യു ക്യാൻ ഗെറ്റ്. 1 crore പ്ലസ് റേഞ്ചിൽ നിങ്ങൾക്ക് 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇഫ് യു റിക്വയർ മോർ ഇൻഫോ റിലേറ്റഡ് ടു ഇറ്റ്, ഡു റീച്ച് ഔട്ട്. വി ക്യാൻ ഹാവ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ. ഞാൻ ഇതിൻ്റെ വീഡിയോയും എല്ലാം നിങ്ങൾക്ക് പേഴ്സണലി വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. ഡു റീച്ച് ഔട്ട്. താങ്ക് യു.